വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മൂലശ്ലോകങ്ങൾ അതിൻ്റെ തർജ്ജമയും ചൊല്ലിയിട്ട് ഒരു സാമാന്യാർത്ഥം പറയാം. ഈ 2 ശ്ലോകങ്ങളും വസന്തതിലകം വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. ത്വച്ഛൈശവം ത്രിഭുവനാത്ഭുതമിത്യവൈമി യച്ചാപലം ച മമ വാഗ്വിഭവൈരഗമ്യം തത്കിം കരോമി വിരണൻ മുരളീവിലാസമുഗ്ധം മുഖാംബുജമുദീക്ഷിതുമീക്ഷണാഭ്യാം. ഇതിൻ്റെ തർജ്ജമ: മൂലോകമാകെ മതിവിസ്മയമായ നിന്റെ ബാലസ്വരൂപമതിമുഗ്ധം അവർണ്ണനീയം. ആമുഗ്ധവക്ത്രകമലാഭ സുവേണുനാദസമ്മേളിതം മധുരമെങ്ങനെ കാൺമനോ ഞാൻ. അടുത്ത ശ്ലോകവും അതിൻ്റെ തർജ്ജമയും കൂടി ചൊല്ലാം. പര്യാചിതാമൃതരസാനി പദാർത്ഥഭംഗീവൽഗോനി വൽഗിതവിശാലവിലോചനാനി ബാല്യാധികാനി മദവല്ലവഭാവിതാനി ഭാവേ ലുഠന്തി സുദൃശാം തവ ജൽപിതാനി. മുഗ്ധം വിശാലനയനേ മധുതുല്യമായ നോട്ടത്തൊടൊത്ത നവയൗവനഗൂഢഭാഷ്യം പുണ്യാത്മഹൃത്തിലനുവേലമുണർന്നു സർവം കേൾപ്പാൻ കൊതിപ്പതിലും അത്ഭുതമില്ലതെല്ലും. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ഈ വില്വമംഗലം പറയണത് ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. കാളിയനെ മർദ്ദിക്കുക, അതുപോലെ പൂതനയെ കൊന്ന് നമ്മൾ പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ കുറച്ച് ദിവസം മുമ്പ് കേട്ടതേ ഉള്ളൂ. പൂതനയെ അതുപോലെ തൃണാവർത്തനെ മറ്റേ ശകടാസുരനെ ഒക്കെ കൊന്നത് നമ്മൾ അതിലും കേട്ടു അല്ലേ. ഇങ്ങനെയുള്ള അതുപോലെ പാലും എണ്ണയും കക്കുക, ഗോവസ്ത്രീകളുടെ വസ്ത്രം കക്കുക, അങ്ങനെ എന്തെല്ലാം വികൃതികളാണ് കണ്ണൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ മണ്ണ് വാരി തിന്നു, എന്തെല്ലാം വികൃതികളാണ് കണ്ണൻ ചെയ്തിട്ടുള്ളത്. ആ വികൃതികളൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതൊന്നും കാണാനല്ല, അതൊന്നും വേണ്ട പോലെ വിസ്തരിക്കാനും എനിക്ക് പറ്റില്ല. അതിനുള്ള കഴിവ് എനിക്കില്ല. അത് അങ്ങനെയുള്ള വികൃതികളെ വർണ്ണിക്കാനുള്ള വാക്കുകൾ എനിക്കില്ല, എൻ്റെ കയ്യിലില്ല. അത്രയ്ക്ക് കേമായിട്ടുള്ള വികൃതികളാണ് കണ്ണൻ ചെയ്തിട്ടുള്ളതെന്നർത്ഥം. അപ്പോൾ ഓടക്കുഴൽ ഊതി നിൽക്കണ ആ ഉണ്ണികൃഷ്ണൻ്റെ മനോഹരമായ മുഖം അല്ലെങ്കിൽ ആ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം, ഇത് കഴിഞ്ഞ 2 ശ്ലോകത്തിലും നമ്മൾ ഇത് തന്നെയാണ്. സ്വാമിയാരുടെ മോഹം കൃഷ്ണനെ നേരിട്ടൊന്ന് കാണണം. കൃഷ്ണൻ നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം, അവർ നമ്മളെ കാണണം, നമ്മൾ അവരെ കാണണം, നമ്മളിങ്ങനെ പരസ്പരം സംവദിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെയാണല്ലോ നമുക്ക് മോഹം. അപ്പം ഈ വില്വമംഗലത്തിനും ആ ഒരു മോഹമാണ്. കൃഷ്ണനെ മാത്രം മതി എനിക്ക് എന്നുള്ള ആ ഒരു തോന്നലിൽ കൃഷ്ണനെ ഒന്ന് നേരിട്ട് കാണാൻ എന്നാ സാധിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ കഴിയാണ് വില്വമംഗലം. അപ്പം അതാണ് എന്തെല്ലാം കളികൾ കളിച്ചു, അതൊന്നും എനിക്ക് വർണ്ണിക്കാനുള്ള കഴിവില്ല. പക്ഷെ നേരിട്ടൊന്ന് കാണണം, ആ ഭഗവാന്റെ ഒരു കടാക്ഷം ഏൽക്കണം. അതിന് ഞാനിനി എന്താണ് ചെയ്യണ്ടേ എന്നാണ് ഭഗവാനോട് വില്വമംഗലം ഈ ശ്ലോകത്തിലൂടെ ചോദിക്കുന്നത്. എന്നും എപ്പോഴും ആ മുഖം എൻ്റെ മനസ്സിലങ്ങനെ തെളിഞ്ഞു നിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകത്തിലാണെങ്കിൽ പറയണത്
ഉണ്ണികൃഷ്ണൻ്റെ സംഭാഷണം അമൃത്തിന് കുഞ്ഞു കുട്ടികളുടെ വർത്തമാനം നമുക്കിങ്ങനെ കൊഞ്ചിട്ടുള്ള വർത്തമാനം കേൾക്കാൻ നല്ല രസമാണല്ലോ. പക്ഷെ ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകൾ അമൃതം പോലെയാണ്. അവ വലിയ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓമനക്കുട്ടനായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണനാണ് ഈ വർത്തമാനമൊക്കെ പറയണേ എന്ന് തോന്നില്ല. കുട്ടി ചെറിയതാണെങ്കിലും നാക്ക് എമ്മയ്ക്കാ പഠിക്കണേന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. ഉണ്ണിയാണെങ്കിലും പറയുന്ന വാക്കുകൾക്ക്, ബാലനാണെങ്കിലും പറയുന്ന വാക്കുകൾക്ക് തീരെ ബാലത്വം ഇല്ല എന്നാണ് പറയണത്. ആ വാക്കുകൾ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ ഭാവാനുഗുണങ്ങളായ കടാക്ഷ വീക്ഷണങ്ങളെന്ന് വെച്ചാൽ ആംഗ്യങ്ങളോട് കൂടിയാണ് പറയണത്. പിന്നെ ഒരു കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെയുള്ള വാക്കുകളാണ് ഉണ്ണി പറയണത്. അത് പ്രായം കൊണ്ട് ബാലനാണെങ്കിലും പെരുമാറ്റത്തിൽ തീരെ ബാലത്വം ഇല്ല എന്നാണ് പറയണത്. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം എന്ന് തോന്നുന്നു. ഈ ശ്ലോകത്തിൽ, അടുത്ത ശ്ലോകത്തിൽ വില്വമംഗലം പറയണത് ശ്രീകൃഷ്ണനെ ധ്യാനിച്ചങ്ങനെ നമ്മൾ നാമം ജപിക്കുക, ഒരു മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് സ്വസ്ഥമായിട്ടൊന്നിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നാല് പുറത്തു നിന്നും ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ഒരു സുഖം തോന്നില്ല അല്ലേ. അപ്പോൾ വില്വമംഗലം സമാധിയിലിരിക്കുമ്പോൾ, ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന്റെ ഒരോടക്കുഴൽ നാദം കേൾക്കുകയാണെങ്കിൽ അത് കേട്ടിട്ട് സമാധിയിൽ നിന്നുണരാൻ ഭാഗ്യം ഉണ്ടാവണേ. അത് എൻ്റെ ധ്യാനം ലംഘിക്കുകയാണെങ്കിൽ എന്നാണ്. അപ്പോൾ കണ്ണനെ ഒന്ന് കാണാലോ എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഓടക്കുഴൽ വിളിച്ച് ഭഗവാൻ മുമ്പിൽ വന്നിട്ട് ഓടക്കുഴൽ വിളിക്കുകയാണെങ്കിൽ അപ്പോഴെങ്കിലും ഭഗവാനെ ഒന്ന് കാണാലോ എന്നാണ് വില്വമംഗലം വിചാരിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. ആ ശ്ലോകം ചൊല്ലാം. പുനഃപ്രസന്നേന മുഖേന്ദു തേജസ പുരോവതീർണസ്യ കൃപാമഹാംബുധേ തദേവ ലീലാമുരളീരവാമൃതം സമാധിവിഘ്നായ കഥാനു മേ ഭവേൽ. മുഖേന്ദു തൻ കാന്തി ഗുണീഭവിച്ചിടും മനോഹരം വേണുനിനാദമാധുരി കൃപാംബുധേ എന്നു തടസ്ഥമാക്കുമൻ സമാധി നീ നിൻ വരദർശനത്തിനാൽ. അത് പ്രതീക്ഷിച്ചിട്ടാണ് വില്വമംഗലം ഇരിക്കണത് എന്ന് ആണ് ഈ ശ്ലോകത്തിൽ പറയണത്. എങ്ങനെയെങ്കിലും ഈ ധ്യാനത്തിലിരിക്കുമ്പം മറ്റ് ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ധ്യാനം തടസ്സപ്പെടുത്താൻ എന്നാണ് ഭഗവാൻ വരുന്നത്. ഓടക്കുഴൽ വിളിച്ച് എൻ്റെ ധ്യാനം തടസ്സപ്പെടുത്താൻ ഭഗവാൻ എന്ന് വരും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് വില്വമംഗലം. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. വേറൊന്നും വേറൊരു കാര്യവും ധ്യാനം തടസ്സപ്പെടുത്താൻ നമ്മൾക്ക് അപ്പോൾ നമുക്ക് ഒരു ശുണ്ഠി വരും അല്ലേ. ഭഗവാന്റെ വേണുഗാനമാണ് സമാധി തടസ്സപ്പെടുത്തുന്നത് എന്നാണെങ്കിൽ മാത്രം അത് എനിക്കിഷ്ടമാണ് എന്ന്. അതുപോലെ കണ്ണ് മിഴിക്കുമ്പോൾ ചന്ദ്രനെ പോലെ തെളിഞ്ഞ സുന്ദരമായ മുഖം നമുക്ക് മുമ്പിൽ കാണാനിടവരണേ. ആ വേണുനാദം കേട്ടുകൊണ്ട് കണ്ണ് മിഴിക്കുമ്പോൾ ഭഗവാന്റെ സുന്ദരമായ മുഖം മുമ്പിൽ കാണാനിടവരണേ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഈ അവസാനത്തെ ശ്ലോകം വംശസ്ഥം എന്ന വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്.
മറ്റ് ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ നമസ്കാരം.